പകരത്തിന് പകരം, ചോരയ്ക്ക് പകരം ചോര. ഭഗവത്ഗീതയിൽ അത് തെറ്റല്ല. ഉറച്ച ഹിന്ദുമത വിശ്വാസികൾക്ക് ആർക്കും തന്നെ ഇസ്ലാമുകൾ നമ്മുടെ ഇത് മറക്കാൻ സാധ്യമല്ല. നമ്മുടെ ഇടയിലുള്ള ഒരാളുടെ തല പോയാൽ അവന്മാരുടെ 10 തല പോണം. അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഒരു കലാപം കെട്ടടങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നു പോവില്ലേ? അല്ലെങ്കിൽ തന്നെ നാട്ടിനും വീട്ടിനും കൊള്ളാത്ത ഒരുത്തൻ ഒരു ഇസ്ലാമിന്റെ പറമ്പിൽ ചത്തുകിടന്നു എന്നല്ലാതെ അവരാണ് കൊന്നതെന്ന് ഇതുവരെ ഒരു തെളിവുമില്ലല്ലോ. പിന്നെങ്ങനെയാ മാഷേ? വിഡ്ഢിത്തം പറയാതെ ബാലേന്ദ്ര. കൊലക്കുറ്റത്തിന് അബൂട്ടിയെയും കുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് തെളിവില്ലായിട്ടാണോ? കേസ് കോടതിയുടെ പരിഗണനയിലായിരിക്കുകയും കളക്ടർ അനുനയിപ്പിച്ച പ്രശ്നം പിന്നെയും കുത്തിപ്പൊക്കുകയും ചെയ്താൽ കുറെ പേര് വെട്ടിയും കുത്തിയും ചാകുമെന്നല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? ആവും. നമ്മൾ ഹിന്ദുക്കൾ ശക്തി കളിക്കേണ്ട കാലമാണ്. ഇവിടെ നമ്മളൊന്ന് താന്നു കൊടുത്താൽ അവന്മാർ നമ്മളെ തോളിൽ ചെവിതില്ല. എന്താ വേണോ? ബൈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഈ നാട്ടിലെ സർവ്വ മുസ്ലിങ്ങളും നമുക്ക് മാഷാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും പോയി കിട്ടുമെന്നല്ലാതെ ന്യൂനപക്ഷ വോട്ട് കിട്ടാതെ നമ്മൾ ജയിക്കുകയില്ല. അതാണ് ശ്രീധര നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. ഞാൻ ഓർഗനൈസ് ചെയ്യുള്ളൂ. നിരത്തിലിറങ്ങേണ്ടത് നിങ്ങളാണ്. ചത്തുപോയ കൃഷ്ണൻകുട്ടിയുടെ പേരിൽ ഇനിയൊരു ലഹള ഉണ്ടാവുമ്പോൾ സംസ്ഥാന മന്ത്രിസഭ ആടാൻ തുടങ്ങും. ഭരണം പിടിച്ചു നിർത്താൻ ലഹള ഒതുക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പിന്നീടാണ് കളി. ദൈവങ്ങളെയും മതങ്ങളെയും വെച്ച് നമ്മളൊരു കളി കളിക്കും. ജയിച്ചാൽ ഞാൻ മന്ത്രിയായാൽ നിങ്ങളുടെയൊക്കെ പൊസിഷൻ ഉണ്ടായിരിക്കും അറിയാമല്ലോ. ഈ മാഷിന്റെ ഒരു ബുദ്ധി. മാഷ് കൃഷ്ണൻകുട്ടി സംഭവം പറഞ്ഞു വരുമ്പോ ഞങ്ങൾ കരുതി സമുദായ സ്നേഹം കൊണ്ടായിരിക്കും. അപ്പോഴല്ലേ കാര്യം മനസ്സിലായി. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കും. ഞങ്ങളുമുണ്ട് മാഷിന്റെ കൂടെ. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ, ഒരു 3-4 മുസ്ലിം കുരകളെങ്കിലും കത്തിയിരിക്കും. എന്താ അതുപോലെ കമ്പത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന്? അതാകുമ്പോ 3-4 തീപ്പെടുത്തിയിൽ കാര്യം. നമ്മുടെ 4 കുടിയാ ഒരു കത്തിച്ചത്, മയ്യത്ത് 3. ഈ പ്രശ്നം അങ്ങനെ വെറുതെ വിടാനെ കൊണ്ട് ഒക്കില്ല. കത്തണം, കേരളം മുയിക്ക കത്തണം. കെട്ടിയോളും കുട്ടികളും ചാവണന്റെ വിഷമം ഓരിക്ക് നമ്മൾ തെരിച്ചു കൊടുക്കണം. ഏത് തങ്ങള് പറയണേല് കാര്യമുണ്ട്. പക്ഷെങ്കില് ചില തൽപര കക്ഷികള് വർഗീയതകളെ ഉണ്ടാക്കാനെ കൊണ്ട് ഈ സംഭവം കരുതിക്കൂട്ടി ചെയ്തെന്നല്ലേ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തല്. ഒരു കേസ് തെളിയിക്കട്ടപ്പാ. നമ്മളെന്തിനാണ് വെറുതെ പുലിവാല പിടിക്കണത്? ഹൈദ്രോസിന്റെ ജനമ്പിന്മേല് ഇസ്ലാമിന്റെ ചോരയാണ് ഒഴിയണമെങ്കിൽ ഈ വർത്താനം പറയില്ല. കൊല്ലാൻ പറഞ്ഞവനെ ഭേദവോ നിർത്താൻ നബി തിരുമേനി പറഞ്ഞിട്ടില്ല. കത്തട്ടോ, ഈ രാജ്യം മുഴിക്കനെ കത്തട്ടെ. ഇസ്ലാമിന്റെ ദേഹത്ത് ചോര പൊടിഞ്ഞ അത് ഹിന്ദുക്കളുടെ ഇടയില് ചോര പുയയാവണം. തെരിഞ്ഞാനൊക്കെ നീ നിന്റെ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ ആദ്യം നിന്റെ സഹജീവികളെ സ്നേഹിക്കുക.